എല്ലാവർക്കും നമസ്തേ. സുനിതയാണ്. ഇന്ന് 2025 മെയ് മാസം വരെയും വ്യാഴത്തിൻ്റെ സ്വാധീനം തുലാം രാശിക്കാർക്ക് എങ്ങനെയൊക്കെയാണ് അനുകൂലമായും പ്രതികൂലമായും സ്വാധീനിക്കുന്നതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ കുറച്ച് ലേറ്റായിട്ടാണ് ചെയ്യുന്നത്, എനിക്കറിയാം. എൻ്റെ വ്യക്തിപരമായ കുറച്ച് തിരക്കുകൾ കാരണമാണ് കുറച്ച് ലേറ്റായി പോയത്. എന്നിട്ടും ഇപ്പോഴും ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും എനിക്ക് പേഴ്സണൽ മെസ്സേജും അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ഒക്കെ അറിയിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് അല്ലേ, ഇപ്പം ഞാൻ നാട്ടിലാണ്, വെക്കേഷനിൽ നാട്ടിലാണ്, അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണോ ജ്യോതിഷത്തിൽ, അതേ ഒരു പാഷൻ കൊണ്ട് മാത്രമായിട്ട് ഇങ്ങനെ ഒരു ഇഷ്ടം കൊണ്ട് പറയുന്നതാണോ, അല്ലെങ്കിൽ പരമ്പരാഗതമായി വന്ന കുടുംബത്തിനകത്ത് ആരെങ്കിലുമൊക്കെ ജ്യോതിഷന്മാരോ ജ്യോതിഷികളോ ഉണ്ടായിരുന്നോ എന്നൊക്കെ പല സംശയങ്ങളും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ആരും തന്നെ ജ്യോതിഷന്മാരോ ജ്യോതിഷികളോ ഇല്ല. എൻ്റെ ചെറുപ്പം മുതലുള്ള ഒരു താല്പര്യമായിരുന്നു ജ്യോതിഷം എന്ന് പറയുന്ന കാര്യം. വളരെ താല്പര്യത്തോടു കൂടി ഞാൻ പഠിച്ചൊരു വിഷയമാണ്. ഈ കാണുന്നതെല്ലാം എൻ്റെ സർട്ടിഫിക്കറ്റ്സാണ്. പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പല കാലഘട്ടങ്ങളിലായിട്ട് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത സർട്ടിഫിക്കറ്റ്സാണ്. ഇതിൽ ഇന്നത്തെ കാലഘട്ടവുമായി തട്ടിച്ച് ഫലം പറയാനായിട്ട് എന്നെ പ്രാപ്തമാക്കിയത് ഈ പറയുന്ന ICAS, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആസ്ട്രോളജിക്കൽ സയൻസസ്. അവിടെ നിന്നാണ് ഞാൻ ജ്യോതിഷം പഠിച്ചത്. ഈ മോഡേൺ ആസ്ട്രോളജി എന്നുള്ള കാര്യം കൂടുതൽ പഠിച്ചതും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫലപ്രവചനത്തിലൊരു ട്രഡീഷണൽ വേ പലപ്പോഴും കാണാതെ പോകുന്നതിന് കാരണവും അതുകൊണ്ട് തന്നെ ആയിരിക്കും. ഞാനിത് സാഹചര്യവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫലം പറയാനായിട്ട് നോക്കാം. അതായത് തുലാം രാശിയിലെ 2.25 നക്ഷത്രം ചിത്തിര അരഭാഗം, ചോതി വിശാഖത്തിൻ്റെ 3/4 ഭാഗവും അടങ്ങിയതാണ്. 6ാം ഭാവാധിപതിയായ ഗ്രഹത്തിന് 3ാം ഭാവാധിപത്യമുണ്ട്. 3, 6 ഭാവാധിപത്യം വഹിച്ച വ്യാഴാണ് അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നത് അല്ലേ. 2, 6, 8 ഭാവങ്ങൾ 2 അനിഷ്ടഭാവങ്ങളാണ്. ഈ 2 അനിഷ്ടഭാവങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ പല വെല്ലുവിളികളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നാലും 2 ഉപജയ ഭാവാസ്, അതായത് 3, 6 ഭാവാസ് എന്ന് പറയുന്ന ഉപജയ ഭാവാസാണ്. ഈ 2 ഉപജയ ഭാവാസ് തമ്മിലുള്ള കണക്ഷൻസ് എത്ര തന്നെ പ്രതിസന്ധികൾ ഉണ്ടായാലും ധൈര്യപൂർവ്വം ഏത് വെല്ലുവിളികളെയും കൈകാര്യം ചെയ്യാനുള്ള മനോബലം ഉണ്ടാക്കും. ജയിക്കണം എന്നുള്ളൊരു ബോധം സൃഷ്ടിക്കുന്ന കാലഘട്ടമാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് ദീർഘനാളായി നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിൽ ആരോഗ്യപരമായ വിഷയങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സാഹസികമായ യാത്രകളും സ്പീഡ് ഡ്രൈവും ഒഴിവാക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ അധിക ചിലവുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രഹസ്യ സ്വഭാവമുള്ള ജോലി കൈകാര്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം. പല ബിസിനസ് സീക്രട്സും കൈകാര്യം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവാം. അല്ലെങ്കിൽ ജ്യോതിഷം തന്നെ രഹസ്യമായ ഒരു പദ്ധതിയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഹെൽത്ത് ഇഷ്യൂസ്, ദീർഘനാളായി ഉണ്ടായ കടബാധ്യതകൾ, ലീഗൽ ഇഷ്യൂസ്, ഇതിനൊക്കെയും പ്രശ്ന പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് പറയാൻ കഴിയും. പഠനത്തിൽ അശ്രദ്ധ ഉണ്ടാവരുത്. റിസർച്ച് സ്റ്റഡീസിന് വളരെ അനുകൂലമാണ്. തൊഴിൽപരമായി അധിക ചുമതലകളൊക്കെ ഏറ്റെടുക്കേണ്ടി വരും. ധാരാളം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ആദ്യത്തെ നമ്മൾ ഒരു തൊഴിൽ മേഖലയിലാവട്ടെ, ഏതൊരു മേഖലയിലാവട്ടെ, ആദ്യത്തെ ഹാർഡ് വർക്കിന് ശേഷമായിരിക്കും നമുക്ക് പുരോഗതി ഉണ്ടാവുക. തൊഴിൽ മേഖലയിലൊക്കെ ആദ്യത്തെ ഹാർഡ് വർക്കിന് ശേഷം തൊഴിൽപരമായ പുരോഗതി ഉണ്ടാവും. പ്രൊഫഷണൽ ലൈഫിൽ ശക്തമായ അടിത്തറ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് പറയാൻ സാധിക്കും. പിടിവാശി കുറയ്ക്കണം. ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ ബൗണ്ടറി നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജോലി സ്ഥലത്തും വീട്ടിലും വളരെയധികം ഓർഗനൈസ്ഡ് ആയിരിക്കണം ഈ ഒരു സമയത്ത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ പേരിൽ പല ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് വരാം. പവർ ഓഫ് അറ്റോർണി, ചെക്ക്, ജാമ്യം നിൽക്കുക, ഇതിലൊന്നും തന്നെ ഈ സമയത്ത് ചെയ്യരുത് എന്ന് പറയാൻ കഴിയും. അഡ്വക്കേറ്റ്സ്, പൊളിറ്റീഷ്യൻസ്, ഡോക്ടേഴ്സ്, പബ്ലിക് റിലേഷൻ, അതുപോലെ സേഫ്റ്റി, സെക്യൂരിറ്റി, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, HSC, ഓങ്കോളജിസ്റ്റുകൾ, സർജൻസ്, ഈ വിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ്. സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. സഹോദരങ്ങളോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അധിക ചെലവുകൾ നിയന്ത്രിക്കുക. കടബാധ്യതകൾ ഉണ്ടാവാം. ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനും ബന്ധങ്ങളിൽ അകൽച്ചകൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഈ കാലഘട്ടത്തിൽ ഡെവലപ്പ് ആവും. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി നമ്മൾ പലപ്പോഴും വീണ് പോകുന്നു എന്ന്
തോന്നും. പക്ഷേ നമ്മൾ വീണു പോവില്ല, അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് വരുന്ന സമയം തന്നെയാണെന്ന് പറയാൻ കഴിയും. അടിസ്ഥാനപരമായി സൽചിന്തയും സൽപ്രവൃത്തിയുമുള്ള ഒരു രാശിയാണ് തുലാം രാശി. എന്തുകൊണ്ടായിരിക്കും? ദേവബ്രാഹ്മണ സാധുപൂജനരത, അതാണ് തുലാം രാശി. അതുകൊണ്ട് തന്നെ സൽചിന്തയുണ്ട്, സൽപ്രവൃത്തികളുണ്ട് ഒക്കെയുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പൊതുവിലുള്ള ഒരു പ്രകൃതം അനുഭവങ്ങളെ പാഠങ്ങളായി ഉൾക്കൊള്ളുന്ന പ്രകൃതവും സഹജീവികളോടുള്ള ഒരു കരുണയും അർപ്പണബോധവും കഠിനാധ്വാനവും ഈ കാലഘട്ടത്തിലും, ഈ ബേസിക് ക്വാളിറ്റീസ് ഈ കാലഘട്ടത്തിലും നമ്മൾ നിലനിർത്താനായിട്ട് ശ്രമിച്ചാൽ മാത്രം മതി നമുക്ക് പുരോഗതി ഉണ്ടായിക്കോളും. പ്രതിസന്ധികൾ ഉണ്ടായാലും ജോലിയിൽ പുരോഗതിയും ഉയർന്ന സ്ഥാനമാനങ്ങളും ഉയർച്ചയുണ്ടാവും. ധനപരമായി പല വെല്ലുവിളികളും ഉണ്ടാവുമെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാവും. ഈ കാലഘട്ടത്തിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് കൂടുതൽ നല്ലതെന്ന് പറയാൻ കഴിയും, കൂടുതൽ അനുകൂലം എന്ന് പറയാൻ കഴിയും. സൈക്കോളജിസ്റ്റുകൾ, പോലീസ്, പട്ടാളം, ഈ വിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. ഏത് മതത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ മതത്തിൻ്റെ ആചാരങ്ങളും ആചരണങ്ങളും കൃത്യമായി നിർവഹിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം. എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ചാൽ അഷ്ടമരാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുക. വ്യാഴം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്, സർവേശ്വരകാരകനാണ്. ഈ വ്യാഴമാണ് അഷ്ടമരാശി. അപ്പം നമുക്ക് ഈശ്വരാധീനം കുറയുന്ന ഒരു സമയമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈശ്വര ഭക്തിയും വിനയവും ഒക്കെ ഉണ്ടാവണം. കൂടുതൽ ഈശ്വരനെ വിളിക്കാനായിട്ട് ശ്രമിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയാൻ കഴിയും. അനാവശ്യമായ ഭയം, ഉത്കണ്ഠ ഇതൊന്നും ബാധിക്കാതെ ശ്രദ്ധിക്കണം. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ മാസത്തിലൊരു വ്യാഴാഴ്ച ദിവസം പാൽപ്പായസം നൈവേദ്യം കൊടുക്കണം എന്നുള്ളതാണ്. പബ്ലിക് റിലേഷൻ എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. ആത്മീയത, ഓക്കൽ സയൻസ്, ഗവേഷണം, രാഷ്ട്രീയം എന്നീ മേഖലയിൽ കൂടുതൽ താല്പര്യം ഉണ്ടാവും. പഠനത്തിൽ അശ്രദ്ധ ഉണ്ടാവരുത്. നമ്മുടെ ഇന്നർ ക്വാളിറ്റീസ് മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ്. വിദേശയാത്രയും വിദേശ രാജ്യത്ത് സ്ഥിരതാമസമാക്കാനും കഴിയും. ഈ സമയത്ത് വിജയം ഉണ്ടാകുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്കാണ്, അല്ലാതെ ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്ന ഒരു സമയമൊന്നും അല്ല. നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു പോവേണ്ടിയതെന്ന് പറയാൻ കഴിയും. കലാരംഗത്തും അംഗീകാരങ്ങളൊക്കെ കിട്ടും എന്ന് പറയാൻ സാധിക്കും. വ്യത്യസ്തമായ പല കാര്യങ്ങളും പഠിക്കാനുള്ള സാഹചര്യങ്ങളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും. ഇതൊക്കെയാണ് തുലാം രാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടത്തിൽ വ്യാഴമാറ്റം കൊണ്ട്, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ അഷ്ടമരാശിയിലുള്ള സ്വാധീനം കൊണ്ട്, 6ാം ഭാവാധിപതിയായ വ്യാഴം അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന കുറച്ച് ഫലങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും കാണാം. ബൈ.